പിണറായി വിജയൻ സർക്കാരിൻ്റെ 100 ദിനങ്ങൾ ചർച്ചയുടെ രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. പുതിയ അതിഥികൾ ചേർന്നിട്ടുണ്ട്. ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ, BJP വക്താവ് ശ്രീ MS കുമാർ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ശ്രീ MM ഹസൻ, ഈ സർക്കാരിൻ്റെ 100 ദിനങ്ങൾ ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രതിപക്ഷത്തു നിന്ന് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ട കാര്യമായ വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രയോജനപ്രദമായ രീതിയിൽ പുരോഗമനപരമായ ഒരു പ്രസ്താവനയോ കൃത്യമായി എന്തായിരുന്നു ഇന്ന് ഉണ്ടായത്? 100 ദിവസത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ സത്യത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളോ അതിൻ്റെ കോട്ടങ്ങളോ ഒക്കെ വിലയിരുത്താൻ 100 ദിവസം പോരാ. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ 100 ദിവസത്തെ ഭരണം. പക്ഷേ 100 ദിവസം ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു വിജയാഘോഷത്തിൻ്റെ ഭാവത്തിലാണ് മുഖ്യമന്ത്രിയൊക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് വാസ്തവത്തിൽ അതിനുള്ള വകയില്ല. കാരണം നല്ല തുടക്കമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഈ വൻപിച്ച പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയത്. പക്ഷേ തുടക്കത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ടായി. പ്രതിപക്ഷത്തിന് പോലും വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. കാരണം പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നൽകിയ അർപ്പിച്ച പ്രതീക്ഷയല്ലേ. സ്വാഭാവികമായി അതിനനുസരിച്ചൊരു ഭരണം. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രഖ്യാപനം എന്താ? അഴിമതിരഹിതമായ ഭരണം, സുതാര്യമായ ഭരണം, സ്ത്രീ സുരക്ഷ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി നടക്കും. സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടാവും. ഇതൊക്കെ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ ഈ 3 മാസത്തിനിടയ്ക്ക് ഏറ്റവും അധികം ഈ 100 ദിവസത്തിനിടയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ച ഒരു സംഭവമാണ് ഈ രാജ്യത്തെ അക്രമങ്ങളും കൊലപാതകങ്ങളും. നിയമവാഴ്ച, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഭരിക്കുമ്പോൾ ഈ കൊലപാതകങ്ങളിൽ കൊല്ലുകയോ ചെയ്യുന്നത് മാർക്സിസ്റ്റുകാരാണ്. എത്ര സംഭവങ്ങളാണ്. TP ചന്ദ്രശേഖരൻ്റെ വധം നടന്നപ്പോൾ എല്ലാവരും അതിനെ അപലപിച്ചവർ തന്നെ പറഞ്ഞു, ഇത് അവസാനത്തെ രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ കൊലപാതകമായി മാറട്ടെ എന്ന് മാർക്സിസ്റ്റുകാർ പോലും മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ അടുത്ത ദിവസം കണ്ട ഈ അസ്ലമിൻ്റെ കൊലപാതകം എന്തായിരുന്നു? കോടതി വിധി പോലും ഉണ്ടായിട്ട് ആ കോടതി വിധിയെ മറികടക്കുന്ന രൂപത്തിൽ പാർട്ടി ഒരു വിധി കൽപ്പിക്കുന്നത് പോലെ ഒരു പ്രതീതിയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇത് മാത്രമല്ല, പോലീസ് നീതി നടത്തുന്ന പോലീസുകാർക്ക് നേരെ ഭരണകക്ഷിയിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ. ഒരു പോലീസുകാരനെ ചവിട്ടുന്ന സംഭവം പത്രത്തിൽ വന്നു. അത് പ്രതിപക്ഷത്തിൻ്റെ ആരെങ്കിലുമാണ് ചവിട്ടിയിരുന്നതെങ്കിൽ നമുക്കതിനെ ശക്തമായി അപലപിക്കാം. ഇത് ഭരണകക്ഷിയിൽപ്പെട്ട ആളാണ് പോലീസുകാരെ ആക്രമിക്കുന്നു. അപ്പം ഇത് ഒരു നിമിഷം ശ്രീ MM ഹസൻ, ഇപ്പോൾ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെൻറ്റുകളായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ അസോസിയേഷൻ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. 13 പേര് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരുമായിട്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ പുതിയ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എല്ലാം നീറ്റ് മെറിറ്റിൽ നിന്നാണ് എടുക്കേണ്ടത് എന്ന പുതിയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെറിയ ചില മാറ്റങ്ങൾ, സാധാരണ ഉണ്ടാകുന്ന മാറ്റത്തിൽ നിന്ന് വളരെ നേരിയ വ്യത്യാസത്തിന് ചില മാറ്റങ്ങൾ ഫീസിൻ്റെ ഘടനയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50% നേരത്തെ തന്നെ തുടരുന്നത് പോലെ സർക്കാർ മെറിറ്റ് സീറ്റായിട്ട് നിലനിർത്തുന്നതിന് മാനേജ്മെൻറ്റ് സർക്കാരുമായിട്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ തവണ സർക്കാരുമായിട്ട് ധാരണയായതിനേക്കാൾ കൂടുതൽ കോളേജുകൾ സർക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് ഒപ്പിടുന്നതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 13 കോളേജുകളാണ് ധാരണയായതെങ്കിലും ബാക്കി നിൽക്കുന്ന 5 പേരിൽ ചിലർ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഞങ്ങളും ഗവൺമെൻറ്റിൻ്റെ ധാരണയോടൊപ്പം നിൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ അവർ പങ്കെടുത്തിട്ടില്ല. അവർ കൂടി സർക്കാരുമായിട്ട് ധാരണയിലാവുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതാണ് അവരുടെ പ്രവർത്തനത്തിനുമെല്ലാം ഗുണകരമായിട്ട് വരിക. സർക്കാരും അങ്ങനെ ചിലർ മാത്രം പൊതുധാരണയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെ സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അവരും കൂടി സർക്കാരിൻ്റെ പൊതുധാരണയുടെ ഭാഗമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫീസ് ഘടനയിൽ നേരത്തെ BPL അതുപോലെ SC BC വിഭാഗത്തിൽ പഠിച്ചിരുന്ന മെറിറ്റ് സീറ്റിലെ കുട്ടികളുടെ ഫീസ് 25,000 ആയിരുന്നു.
ആ 25,000-ൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 25,000-മായി ഈ ഫീസ് തുടരുന്നതായിരിക്കും. നേരത്തെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റിലുണ്ടായിരുന്ന ശേഷിച്ച 30%-ൽ 2015-16 1,85,000 മെഡിക്കൽ ഫീസ് ഈടാക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും വരുത്തുന്ന 10% വർധനവ് കണക്കാക്കുമ്പോൾ അത് ഇത്തവണ 2,05,000-ഓളം വരും. അത് ഇത്തവണ 2,50,000-ആയി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന 50%-യാണ്. അതും ഇത്തവണ നീറ്റ് മെറിറ്റിൽ നിന്ന് തന്നെ നിർബന്ധമായും എടുക്കേണ്ടുന്ന സീറ്റാണ്. ആ സീറ്റിനകത്ത് കഴിഞ്ഞ തവണ 8,50,000-ആണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വർധനവനുസരിച്ച് പ്രതിവർഷം ഉണ്ടാകുന്ന വർധനവനുസരിച്ച് അത് 9,00,000-അടുത്ത് സ്വാഭാവികമായിട്ട് ഇത്തവണ വർദ്ധിക്കേണ്ടതാണ്. 9,50,000-ആയിട്ട് വർദ്ധിക്കേണ്ടതാണ്. അത് ഇത്തവണ 11,00,000-ആയിട്ട് വർദ്ധിക്കുന്നു. മാനേജ്മെൻറ്റ് ചോദിച്ചത് വലിയ വർധനവാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വർധനവ് കൊണ്ട് അവർക്ക് കോളേജ് നടത്താൻ കഴിയില്ല എന്നുള്ള വാദമൊക്കെ അവർ ഉന്നയിച്ചു. വലിയ വർധനവാണ് അവർ ചോദിച്ചത്. എന്നാൽ സർക്കാരിന് അങ്ങനെയൊരു വലിയ വർധനവിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചതിൻ്റെ ആനുപാതികമായി ഇന്നത്തെ പുതിയ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെറിയൊരു വർധനവ് അതിൻ്റെ കൂടെ കൊടുക്കാൻ മാത്രമേ സർക്കാർ വിചാരിച്ചാൽ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ചെയ്തത്. സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറുള്ള മാനേജ്മെൻറ്റുകൾ സർക്കാരിൻ്റെ ധാർമ്മികതയിലൂന്നിയിട്ടുള്ള പ്രവർത്തനം കൂടി നിലനിർത്തണം എന്ന് അവർ കൂടി സമ്മതിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ വർധനവ് അവർ പറഞ്ഞെങ്കിലും പിന്നീട് അവരതിൽ നിന്ന് പിൻവാങ്ങുകയും സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള തീരുമാനത്തോടടുത്ത് വരികയുമാണ് ചെയ്തത്. അപ്പോൾ പൊതുവെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടായിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ കോടതിയുടെ ഒക്കെ തീരുമാനമൊക്കെ നിലനിൽക്കെ തന്നെ 50% സീറ്റ് സർക്കാർ മെറിറ്റ് സീറ്റ് തന്നെയായിട്ട് തുടരുന്നതിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ സൈൻ ചെയ്തതിനേക്കാൾ കൂടുതൽ, നേരത്തെ കരാർ ഒപ്പിട്ടതിനേക്കാൾ കൂടുതൽ കോളേജുകൾ സർക്കാരുമായിട്ട് കരാർ ഒപ്പിടാൻ തയ്യാറായപ്പോൾ BPL അതുപോലെ SCBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ആനുകൂല്യവും 50% മെറിറ്റിൽ വരുന്ന കുട്ടികളുടെ ആനുകൂല്യവും ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്, എണ്ണം കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ 210 കുട്ടികൾക്കാണ് ഒപ്പിട്ട കോളേജുകളിലെല്ലാമുള്ള എണ്ണം കണക്കാക്കി ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ ഇത്തവണ കൂടുതൽ കോളേജുകൾ സർക്കാരുമായിട്ട് ധാരണയിലാകാൻ സമ്മതിച്ചതോടുകൂടി സർക്കാർ മെറിറ്റ് ആനുകൂല്യം കിട്ടുന്ന കുട്ടികളുടെ എണ്ണം 460-ഓളമായി ഇപ്പം വർദ്ധിച്ചിട്ടുണ്ട്. 25,000. അതെ, 4 ക്രിസ്ത്യൻ കോളേജുകൾ ഇൻ്റർ ചർച്ച് കൗൺസിൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവരുമായൊരു പ്രത്യേക എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഏകീകൃത ഫീസാണ് ഈടാക്കിയിരുന്നത്. എല്ലാ സീറ്റിലും ഒരേ ഫീസാണ് ഈടാക്കിയിരുന്നത്. അതിൽ ചില സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്നൊക്കെയാണ് വ്യവസ്ഥയുണ്ടായിരുന്നത്. അത് 2018 വരെയുള്ള എഗ്രിമെൻ്റായിട്ട് എടുത്തു. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഓരോ കോളേജും തോന്നിയതുപോലെയായിരുന്നു. ആകെ 6 കോളേജുകൾ മാത്രമാണ് സർക്കാരുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിടാൻ തയ്യാറായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ള കോളേജുകൾ യഥേഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫീസും ക്യാപിറ്റേഷൻ ഫീയും എല്ലാം ഈടാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത് കാണണം. ഇത്തവണ ക്യാപിറ്റേഷൻ ഫീ എന്നുള്ളത് ഇല്ലാതായിരിക്കുന്നു. കൃത്യമായിട്ടൊരു മാനദണ്ഡത്തിൻ്റെ അനുസരിച്ച് മെറിറ്റ് തന്നെ എല്ലാ വ്യവസ്ഥയും മെറിറ്റ് വ്യവസ്ഥയിൽ വന്നിരിക്കുന്നു. എല്ലാ അലോട്ട്മെൻറ്റും അത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ എഗ്രിമെൻ്റ് ഒപ്പിട്ടു എന്ന് പറയുകയും വളരെ കുറച്ച് പേര് മാത്രം സർക്കാരിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കൂടെ നിൽക്കുകയും ബാക്കിയുള്ളവർ ഓരോരുത്തർ ഓരോ ന്യായത്തിൽ തോന്നിയതുപോലെ അലോട്ട്മെൻറ്റ് നടത്തുകയും ചെയ്ത സ്ഥാനത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ കോളേജുകളുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. എല്ലാവരും ഈ ധാർമ്മികതയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് കുറച്ചുകൂടി അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തവണ മെഡിക്കൽ പ്രവേശനത്തിൽ കൂടുതൽ കുട്ടികൾക്ക് സർക്കാർ മെറിറ്റ് വളരെ കൂടുതൽ, നേരത്തെ ഞാൻ പറഞ്ഞ 210-ൽ നിന്ന് 460-ലേറെ, ഇനിയിപ്പം ബാക്കിയുള്ള 5 കോളേജുകൾ കൂടി സർക്കാരുമായിട്ട് എഗ്രിമെൻറ്റ് ഒപ്പിടാൻ വന്നാൽ കൂടുതൽ കുട്ടികൾക്ക് സർക്കാർ മെറിറ്റ് ആനുകൂല്യം ലഭ്യമാകും. അപ്പോൾ വളരെ വലിയ എണ്ണം കുട്ടികൾക്ക് സർക്കാർ മെറിറ്റ് ആനുകൂല്യം ഇത്തവണ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ള ഘടകം. സർക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ ഇങ്ങനെയൊരു ധാരണയിലെത്തുന്നതിന് സഹായിച്ചിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ, കുട്ടികൾ വളരെ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇന്നും ഒരു തീരുമാനമായില്ലെങ്കിൽ
നാളെ മുതൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം എന്തായിട്ട് മാറും എന്ന് പറയാൻ സാധിക്കില്ല എന്നൊരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു. സെപ്റ്റംബർ 30-ന് അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കേണ്ടതാണ്. അതിന് മുടക്കമില്ലാതെ ബാക്കി നടപടികൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് അതെ പിന്നെ ധാരണയിലെത്തുന്നതിന് സാധിച്ചു. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറയാതിരുന്നത്. ഇന്നലെ ഞങ്ങൾ ഒരു ചർച്ച നടത്തിയപ്പോൾ ഒരു ധാരണയിലാകാതെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, പക്ഷേ ഒരു ധാരണയിലെത്താൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലിടപെടുകയും മുഖ്യമന്ത്രിയുമായിട്ട് ഇന്ന് ചർച്ച നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഏറ്റവും ശരിയായി തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റിനോട് ചർച്ച ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് അല്പം പോലും കുറക്കാൻ പറ്റില്ലെന്നും മെറിറ്റ് സീറ്റുകളുടെ എണ്ണം കുറക്കാൻ പറ്റില്ലെന്നും വളരെ കർശനമായ നിലപാട് മുഖ്യമന്ത്രി എടുത്തു. അതുപോലെ ഫീസിൽ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വർധനവുണ്ടാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഒരിക്കലും തയ്യാറാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റുമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനങ്ങൾ ആയിട്ടുള്ളത്. അതിന് മാനേജ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തോട് കൂടെ സഹകരിച്ച മാനേജ്മെൻറ്റുകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ നിന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മറ്റുള്ളവരെയും ആ വഴിക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ, NRIയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 15, നേരത്തെ ഉണ്ടായിരുന്ന 15-ൽ തന്നെ നിൽക്കുകയാണ്. 12.5 വരെ വാങ്ങിയിരുന്നത് 15-ൽ നിൽക്കുകയാണ്. കരാറിൽ ഒപ്പിടാത്തത് ഇപ്പോൾ 5 കോളേജുകളാണുള്ളത്. അവരുടെ പേര് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാനിപ്പോൾ ഇപ്പോൾ ഒപ്പിടാത്ത കോളേജുകളുടെ പേരിപ്പോൾ പറയണം. ഒരു കാര്യം ചെയ്യുക, 5 കോളേജുകൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകളുമായി സർക്കാർ നടത്തിയ ചർച്ച ധാരണയിൽ എത്തിയിരിക്കുന്നു. കെ ശൈലജ ടീച്ചറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. പിണറായി സർക്കാരിൻ്റെ 100 ദിനം ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ തുടരുന്നത്. ചർച്ച തുടരുകയാണ്. ശ്രീ MM ഹസൻ, താങ്കൾ പറഞ്ഞു വന്നത് ഈ ക്രമസമാധാന പ്രശ്നം ആണ് താങ്കൾ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. ശോഭ അല്ലെങ്കിൽ ഗവൺമെൻറ് അവകാശപ്പെടുന്ന മേന്മയ്ക്ക് ഏറ്റവും വലിയ കളങ്കം ഉണ്ടാക്കിയത് ക്രമസമാധാനം. അതിലൊരു കാര്യം കൂടിയുള്ളത്, പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏത് രീതിയിലാണ് വ്യാഖ്യാനിച്ചത്? പാടത്ത് പണിയും എന്താണ്, വരമ്പത്ത് കൂലിയും. ഇത് വാസ്തവത്തിലൊരു അക്രമത്തിനുള്ള ആഹ്വാനമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. അദ്ദേഹം അതിന് വ്യാഖ്യാനങ്ങൾ നൽകി. പക്ഷേ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് പ്രതികാര രാഷ്ട്രീയം ഞങ്ങൾ പ്രകടിപ്പിക്കും, ഞങ്ങളൊരാളെ കൊന്നാൽ. ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഏറ്റവും കൊലപാതകങ്ങൾ നടന്നല്ലോ. ഒരു കൊലപാതകം CPMകാരെ കൊന്നാൽ 2 പേരെ BJPക്കാരെ കൊല്ലും. അങ്ങനെയല്ലേ അവസാനം കണ്ടത്? അതാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നാടാണ്, ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടേതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രമസമാധാന നില ഭദ്രമാക്കാൻ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടവരാണ് മാർക്സിസ്റ്റ്. ശ്രീ MM ഹസൻ, ഒരുപക്ഷെ ഇത് മലബാറിലും കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വളരെ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ കൊലപാതകത്തിൻ്റെ കണക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഉണ്ട്. അത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ ഒരു സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരു പ്രശ്നമുണ്ടായ ഒരു 100 ദിനങ്ങളായിരുന്നു. മലബാറിൽ പോകണ്ട, ഈരാറ്റുപേട്ടയിൽ ഒരു സഖാവിനെ പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായി കൊന്നു എന്ന വാർത്ത വന്നല്ലോ. ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതല്ല. നമ്മൾ 100 ദിവസത്തെ ഭരണത്തിൻ്റെ പെർഫോമൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 100 ദിവസത്തെ ഭരണത്തിനിടയ്ക്കിൽ ജനങ്ങൾക്ക് നല്ല സമാധാന ജീവിതം കൊടുക്കാൻ, ഇത് ചില സന്ദേശങ്ങളാണ് കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കാതെ പോയതിന് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ 100 ദിവസത്തെ പ്രവർത്തനത്തിലുള്ള യശസ്സിന് കളങ്കം ഉണ്ടാക്കിയത് ഈ കൊലപാതകങ്ങളാണ്. ശ്രീ MM ഹസന് ഈ ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് പറയാനുണ്ടായിരുന്നു. തുടക്കത്തിൽ അല്ലല്ലേ, എനിക്ക് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർ പറഞ്ഞ സ്വാശ്രയ ഉൾപ്പെടെ വിദ്യാഭ്യാസ കാര്യമൊക്കെ പറയാനത്തലവട്ടം ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 100 ദിനങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഭരിക്കുന്ന പാർട്ടിയും ആ മുന്നണിയിലെ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും
ഈ 100 ദിവസങ്ങളെ കണ്ടത്, അവർ എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നതാണ്. എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിപക്ഷത്തെ സർക്കാരിനെ വിലയിരുത്തുന്നതിൽ കാണുന്നത്? ഞാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും നോക്കാതെ തന്നെ സാധാരണ മനുഷ്യന്റെ മുമ്പിൽ ഈ 100 ദിവസത്തെ ഭരണത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണം. ഞാനൊരു നിമിഷം അങ്ങയിലേക്ക് വരാം. ശ്രീ അങ്ങയുടെ മൈക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ MS കുമാർ, അതും കൂടി ചേർത്ത് ഒരുപക്ഷെ ശ്രീ ആനത്തലവട്ടത്തിന് മറുപടി പറയാൻ സാധിച്ചേക്കും. അതുകൊണ്ടാണ് ശ്രീ MS കുമാറിൻ്റെ പാർട്ടി BJP ഈ 100 ദിനങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. പ്രതിപക്ഷം വളരെ നിർജീവമായിരിക്കുന്നു, വളരെ ക്ഷീണിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഒരുപക്ഷെ പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. അത് ശ്രീ MM ഹസൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ശ്രീ MS കുമാറിൻ്റെ പാർട്ടിയാണല്ലോ ഒരു ബദൽ പ്രതിപക്ഷമായി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളെങ്ങനെയാണ് ഈ 100 ദിവസത്തിൽ ഈ സംസ്ഥാനത്ത് ഈ ക്രമസമാധാന പ്രശ്നം തന്നെയാണെങ്കിലും അതിനെ നല്ലതാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചത്? ഹലോ ക്രമസമാധാനം മാത്രമല്ല, നേരത്തെ ശ്രീ MM ഹസൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷ ഉണർത്തിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. 3 മാസക്കാലം ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ള ഒരു കാലയളവല്ല. ഇനിയും 57 മാസം ഭരിക്കാൻ കിടക്കുകയാണ്. ഒരു അഴിമതിയിൽ മുങ്ങിത്താണ് ജനങ്ങൾ സഹികെട്ട് ഒരു മുന്നണിയെ പുറത്താക്കിയാണ് അവർ അധികാരത്തിൽ കയറ്റിയത്. അധികാരത്തിൽ കയറിയ ശ്രീ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ്റെ ചില പ്രസ്താവനകൾ ശരിക്കും വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. അദ്ദേഹം വലിയ കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന പ്രതിച്ഛായയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭരണം സുതാര്യമായിരിക്കും, എല്ലാ വിഭാഗം ജനങ്ങളോടും തുല്യനീതി കാണിക്കും, അഴിമതി രഹിതമായിരിക്കും, സമാധാനവും ശാന്തിയും ഉണ്ടാവും, വികസന കേരളമാണ് എൻ്റെ സ്വപ്നം. സർക്കാർ ജീവനക്കാരുടെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഓരോ ഫയലിൻ്റെ പുറകിലും ഓരോ മനുഷ്യൻ്റെ വേദനകളുണ്ട്. ഏതാണ്ട് അർത്ഥത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് അനുഭാവമില്ലാത്ത വളരെ പേരും ഒരു നല്ല ഭരണം പ്രതീക്ഷിച്ചു, ആശ്വസിച്ചു. ഒരു ചൊല്ലുണ്ട്, ഈ ചെന്നായയ്ക്ക് അധികകാലം വെജിറ്റേറിയൻ ആയിരിക്കാൻ കഴിയില്ല എന്നെന്തോ ഒരു ചൊല്ലുണ്ട്. അതുപോലെ 2-3 ദിവസത്തിനപ്പുറം ശ്രീ പിണറായി വിജയന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയിലേക്ക് തന്നെ തിരിച്ചു നടന്നു. പിന്നെ കണ്ടതെല്ലാം അതാണ്. പക്ഷെ പലരും ഇതൊക്കെ കാണുമ്പോൾ പറയുന്നത് നരേന്ദ്രമോദിയെ പോലെയാണെന്നാണ്. ആയിരിക്കാം, നരേന്ദ്രമോദിയുടെ നല്ല കാര്യങ്ങൾ അനുകരിച്ചാൽ നല്ലത്. ഇന്നിപ്പോൾ മൻ കി ബാത്ത് ആയിരുന്നു അല്ലേ, റേഡിയോ പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. നിങ്ങളെ നേരിട്ട് കണ്ടില്ല, മാധ്യമങ്ങളെ. ഞാൻ പറഞ്ഞത്, പിണറായിയിൽ നടന്ന സംഘട്ടനത്തിൽ പോലും മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടല്ല ശ്രീ പിണറായി വിജയൻ ഇടപെട്ടത്. പിണറായിയിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില സംഘർഷങ്ങളെ ഏകപക്ഷീയമായി പാർട്ടി സഖാക്കളെ ന്യായീകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംസ്ഥാന പോലീസ് വകുപ്പെടുത്തത്. അതുമാത്രമല്ല, എല്ലാ കാര്യത്തിലും, ഏത് കാര്യത്തിലും പാർട്ടിയുടെ പഴയ സെൽ ഭരണത്തിൻ്റെ ഒരു ആവർത്തനം പലയിടത്തും കാണുന്നു. ഇത് കണ്ണൂരിനെ മാത്രം കണ്ണൂരിലാണ് തുടങ്ങിയിട്ടുള്ളത്. മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. കാരണം ഒരിടത്ത് മാത്രമായിട്ട് ഒരിടത്ത് ആക്രമിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടി ഭരണത്തിൽ നിന്ന് മോചിതമാകാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ല. ആ പ്രതീക്ഷയൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ആകെ കൊല്ലത്തെ കുറേ കശുവണ്ടി ഫാക്ടറികൾ തുറന്നു സാങ്കേതികമായി. അതിന് എത്ര കാലം അത് പ്രവർത്തിക്കും പൂട്ടുന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പിന്നെ ഒരു ഞാൻ പറയട്ടെ, അല്ല തുറന്നാൽ മാത്രം പോരല്ലോ, അതിനകത്ത് പിന്നെ ഇത് കൊടുക്കണ്ടേ, റാ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടേ, അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ വേറൊന്ന്, പെൻഷൻ 100 ദിവസത്തിന്റെ സമയപരിധി ഒരു ചെറിയ പരിധി ആയിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ 100 ദിവസത്തിനകത്താണ് ചർച്ച ചെയ്യുന്നത്, അപ്പോൾ പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മറ്റേ ധൻമൻ പദ്ധതി കൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനം, പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാവർക്കും SB അക്കൗണ്ട്, 0 ബാലൻസിൽ SB അക്കൗണ്ട് ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇവരെന്തിനാണ് ഈ പാർട്ടി സഹാക്കളെ, പഞ്ചായത്ത് മെമ്പർമാരെയും കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരെയും കൊണ്ട് വീടുകളിൽ പണം കൊടുക്കാൻ പോകുന്നത്? എങ്ങും എത്തുന്നില്ല. അത് ഇതൊന്നും പറയട്ടെ, നേട്ടത്തിൻ്റെ ആകെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 2ആണ്. ബാക്കിയൊക്കെ ചെയ്യുമെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഈ 2 നേട്ടങ്ങളും നേട്ടങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. മാവേലി സ്റ്റോറുകളുടെയും നന്മ സ്റ്റോറുകളുടെയും സ്ഥിതി എന്താ? കമ്പോളത്തിൽ ഇടപെടാതെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതൊരു പ്രാഥമിക തത്വമല്ലേ? ഇപ്പോൾ കമ്പോളത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഉള്ള നന്മ സ്റ്റോറുകൾ പോലും പൂട്ടുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നില്ല. പാഠപുസ്തകങ്ങൾ, കഴിഞ്ഞ വർഷം ഈ സമയം കേരളം പ്രക്ഷുബ്ധമായതല്ലേ SFIക്കാരുടെ സമരം കൊണ്ട്, എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമരം കൊണ്ട്. ഓണപ്പരീക്ഷയ്ക്കും പാഠപുസ്തകം എത്തിയിട്ടില്ല. ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോൾ കാണാനില്ലല്ലോ SFIക്കാരെ.
ഇപ്പോൾ പാഠപുസ്തകം ഏത് രംഗത്താണ് കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ പക്ഷേ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാകും നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും ഇത്തവണ സമരത്തിന് ഇറങ്ങിയിട്ടില്ല കാര്യത്തിൽ. അല്ല, ഇറങ്ങണോ? ശ്രീ ലാലിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അത് അറിയിക്കാം. അല്ല, എനിക്ക് അതിനകത്ത് എതിരെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്നാണ് ചെയ്യാം, എൻ്റെ ചെയ്യാം, പറയാം. ശ്രീ ആനത്തല വട്ടമാനന്ദൻ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞത് കേട്ടതാണ്. ക്രമസമാധാന നിലയിൽ ഊന്നിയാണ് ശ്രീ എം ഹസൻ പറഞ്ഞതെങ്കിൽ അതിൽ തുടങ്ങി ഒരു കാര്യത്തിലും പ്രതീക്ഷയ്ക്ക് വകയില്ല, ഈ വിലക്കയറ്റം പോലും വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ശ്രീ എം എസ് കുമാർ പറയുന്നത്. BJPക്കും കോൺഗ്രസിനും ഈ ഗവൺമെൻറ് ഒരു നല്ല ഭരണം നടന്നു എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ജനങ്ങളെല്ലാം തുടക്കം കൊള്ളാം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. തുടക്കം കൊള്ളാമെങ്കിൽ ഒടുക്കം നന്നാവണം. ഇവർ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ എടുക്കും. ഇപ്പോൾ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ക്രമസമാധാനം തകർന്നത്? ഒരു സെക്കുലർ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, സെക്യുലറിസം നടപ്പാക്കാൻ നിൽക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ളതിൽ, പ്രതിജ്ഞാബദ്ധമായ ഗവൺമെൻറ് എന്നുള്ളതിൽ ഒരു മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഇവിടെ കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട്. അതൊറ്റപ്പെട്ട ചില സംഘടനകൾ അതിൻ്റെ ഫലമായി ചിലയിടത്ത് നടന്നിട്ടുണ്ടാവാം. പക്ഷെ ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് ദുസ്സഹമായ രീതിയിലുള്ള തകർച്ച ഇവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസൃതമായി കരുപ്പിടിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നാണ് ഈ 100 ദിവസങ്ങളായി തെളിയിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. ഇത്തവണ കാണം വിൽക്കാതെ ഓണം ഉണ്ണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ജനങ്ങൾ സാറ്റിസ്ഫൈഡാണ്. 3100 കോടി രൂപയാണ് ഈ ഓണത്തിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയോട് കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ പദ്ധതി ഇങ്ങനെ കൂടെ ഇവിടെ കാശ് കൊടുക്കുന്നത്. 300 രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ശരാശരി വെച്ചിട്ട് വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ കൊടുക്കുന്നത്. ബാക്കി കാശ് മുഴുവൻ ഇപ്പോൾ 1000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പെൻഷൻകാർക്ക് അഡ്വാൻസ് പെൻഷൻ കൊടുത്തിട്ടുണ്ടോ? അടുത്ത മാസം ജീവിച്ചിരിക്കുന്നുള്ള എന്താ ഉറപ്പ്? ഈ ഗവൺമെൻറ് 2 മാസത്തെ പെൻഷൻ ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ഓണം ആഘോഷിക്കാൻ. ഇവരാണ് കുടിശ്ശി ഇട്ടിട്ട് പോയവരാണ്. എൻ്റെ സ്നേഹിതൻ കസൻ ഇവിടെ ഇരിപ്പുണ്ടല്ലേ, നിശ്ചയിച്ച് 500 രൂപ നിശ്ചയിച്ചത് പോലും കൊടുക്കില്ല. ഇതിപ്പോൾ 1000 ആക്കി വർദ്ധിപ്പിച്ചു. അതൊരു പൈസ കുടിശ്ശികയില്ലാതെ അഡ്വാൻസും കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏത് ഗവൺമെൻറ്റാണ് ഉള്ളത്? ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് അല്ലാതെ അതിനെ കുറച്ച് കാണാൻ കൊള്ളാമോ? 6 മാസമായി അടഞ്ഞു കിടന്ന കശുവണ്ടി ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഒരു ഉത്സവമല്ലേ? 40 കോടി രൂപയാണ് പാവപ്പെട്ട കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ പെൻഷനത്തിന് വാങ്ങുന്നത്. എല്ലാവർക്കും കൊടുക്കാനൊത്തില്ല. ബാങ്കുകൾ ബാങ്കിൻ്റെ സ്ഥിതി എന്താ? ബാങ്കിൽ അക്കൗണ്ട് വന്നു നോക്കാൻ ഈ 70-80 വയസ്സ് അതെല്ലാം ഇതിനെ എടുത്തിട്ട് ബാങ്കിൽ ചെന്നും. അപ്പോൾ മാനേജർ പറയും വന്നിട്ടില്ല ബാങ്കിൽ അക്കൗണ്ട്. അതിനങ്ങോട്ട് പിന്നോട്ട് പോകുന്ന ആട്ടോ കൂലി കൊണ്ടുപോകാൻ 3 ആൾ. ഇതിനിടയിൽ ബാങ്ക് നാഷണൽ ഹൈവേയുടെ മുകളിൽ 3ാമത്തെ നിലയിലായിരിക്കും കിടക്കുക. അവിടെ ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ ഒക്കാത്തൊരവസ്ഥ. അതെല്ലാം മാറ്റിയിട്ട് ഗവൺമെൻറ് പറഞ്ഞ് വീട്ടിലെത്തിക്കും. എല്ലാ പാവങ്ങൾ ഇതിൻ്റെ കണ്ണ് കാണാൻ നിവൃത്തിയില്ലാത്ത പോയി ATM-ൽ പോയി അക്കൗണ്ട് എടുക്കുക എന്ന് പറയും. എന്തൊക്കെയാണ് നിങ്ങൾ ഇത് വീട്ടിലാണ് കൊണ്ട് കൊടുക്കുന്നത്? വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് അതിന് കാണണ്ടേ? സഹകരണ സംഘങ്ങൾ, അതിന്റെ പ്രതിനിധികൾ, അതിന്റെ അവർ മാർക്സിസ്റ്റ് പാർട്ടി അല്ല. നിങ്ങൾ എല്ലാവരും പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ? അവരിവിടെ ജനിച്ച് വളർന്നവരല്ലേ? അവർ വേറെ ആഫ്രിക്കയിൽ നിന്നോ നെതർലാൻഡിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്നവരാണ്. കേരളത്തിന്റെ പൈസ എടുത്ത് സാധാരണ അവരൊരു സേവനം നടത്തുകയാണ്. അവർ 10 പൈസ പ്രതിഫലമില്ലാതെ ഈ പാവങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ്. രാഷ്ട്രീയം ആളുകൾക്ക് പാവങ്ങൾക്ക് കാശ് അതൊരു രാഷ്ട്രീയമാണ്. നിങ്ങൾ കൊടുക്കാത്തടുത്ത് ഇതുകൊണ്ട് കാശ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം തന്നെയാണ്. പഞ്ചായത്ത് മെമ്പർ ആരോ ആകട്ടെ, ആ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് മെമ്പർ അല്ല, ധനകാര്യ സ്ഥാപനത്തിന് സഹകരണ സംഘത്തിന്റെ ജീവനക്കാരും അവിടെയുള്ള ഒരു നിമിഷം ശ്രീ എം എസ് കുമാർ, ഈ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാകാം. അതൊക്കെ അവിടെ മാറ്റി നിൽക്കട്ടെ. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ? പാർട്ടിക്ക് വേണ്ടി പൈസ അവർ മാറ്റിയോ? ഇതുവഴി പാർട്ടി അംഗത്വം ആണോ? കിട്ടാതെ
കിട്ടാതെ പോയത് ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കൊടുക്കാനുള്ള അത് പറയാം മുസ്ലിം. ഇന്ന് മലയാള മനോരമ പത്രത്തിൽ അതിന്റെ എണ്ണം സഹിതമുണ്ട്. അതേ ഞാൻ സർവേ പൂർത്തിയാക്കി ജന്മഭൂമിയിലില്ല, മലയാള മനോരമയിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ 29,000-ഓളം പേർ അർഹരായിട്ടുണ്ട്. അതിൽ 25,000-ലധികം പേർക്ക് ഇനിയും കിട്ടാനുണ്ട്. ഓണത്തിന് മുമ്പ് കിട്ടുമോ എത്ര നടക്കുന്നു ഓണത്തിന്? ആ സർവേ പൂർത്തിയായില്ല. അല്ല അതിനു മുമ്പ് കെടുക്കുന്നതിന് എന്താ വിഷമം? ശരി, ഓണത്തിന് എത്ര ശരി. ദിവസം ഞാൻ കിടക്കും? ഒരു നിമിഷം ശ്രീ ഹസനിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഓണത്തിന് മുമ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് ശ്രീ MS കുമാർ വയ്ക്കുന്നത്. ഇതൊക്കെ നടക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അത് മനോരമ നോക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ മേരി ജോർജ്, ഈ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു മാറ്റം എന്തായാലും സൂചിപ്പിക്കാൻ ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ടില്ലേ? അതൊരു ശുഭകരമായി കണ്ടുകൂടെ? ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം. പക്ഷെ ഈ എല്ലാം അങ്ങനെ നെഗറ്റീവായി കാണേണ്ടതുണ്ട്. എല്ലാമല്ല, ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ പറയപ്പെട്ട പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ആധാർ കാർഡ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടെ? ഡയറക്റ്റ് ബെനിഫിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് ഓൾ ഇന്ത്യ തലത്തിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി കൊടുക്കണം എന്നില്ലല്ലോ. അത് അക്കാര്യത്തിലാണ് എനിക്ക് സംശയമുള്ളത്. ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ എനിക്കും ആ സംശയമുണ്ട്. കാരണം കുടുംബശ്രീക്ക് സംഭവിച്ചത് എന്താണ്? അതായത് TK ജോസ് അതിൻ്റെ തലപ്പത്തിരുന്ന കാലത്ത് അത് രാഷ്ട്രീയമായിട്ടല്ല കുടുംബശ്രീ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. അതുപോലെ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. നമുക്കൊരു 100 ദിവസത്തെ പ്രവർത്തനത്തിൽ സർക്കാർ ഇപ്പോൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഈ ക്രമസമാധാനം, ഒന്ന് ഈ പെൻഷൻ കൊടുത്തത്, ഇതൊക്കെ വിലക്കയറ്റം, ഇതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പെൻഷനോട് ചേർന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പെൻഷനോട് ചേർന്നപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം 2,400 രൂപ ശമ്പളമുള്ളവർക്ക് ബോണസ് കിട്ടുന്നു. അല്ല, 22,000 കൂടുതലുള്ളവർക്ക്, 22,000 വരെയുള്ളവർക്ക് 4,000 ചില്ലുവാൻ രൂപ ബോണസായിട്ട് കിട്ടുന്നു. അതുകൂടാതെ 15,000 രൂപ അവർക്ക് അഡ്വാൻസ് ആയിട്ടും കിട്ടുന്നു. ഈ സാഹചര്യത്തിൽ ഈ 15,000 എന്നുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം 40% അതാ പറഞ്ഞത്. ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക്, അതായത് ഓണത്തിന് എല്ലാവർക്കും സമ്പുഷ്ടമായിട്ട് കൊടുക്കുന്നു എന്നും കൂടി ശ്രീ ആനത്തലവട്ടം പറഞ്ഞു. അത് കൊടുക്കുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കൊടുക്കുന്നിടത്ത് കൊടുക്കാതെ പോകുന്നവർ, അല്ലെങ്കിൽ തഴയപ്പെട്ട ഒരു വിഭാഗത്തെയാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. 40% ശമ്പള പരിഷ്കരണം കൊണ്ട് വാരിക്കോരി കൊടുത്ത സർക്കാർ ജീവനക്കാർക്ക്, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് തന്നെയാണ് ഇപ്പോഴും അഡ്വാൻസ് 15,000 കിട്ടുന്നത്. നമുക്ക് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഓർക്കാം. അവർക്ക് ബോണസ് ഉണ്ട്. അവർക്ക് ആരാണ് ബോണസ് കൊടുക്കുന്നത്? ഗവൺമെന്റ് ബോണസ് കൊടുക്കുന്നുണ്ടോ? അവർക്ക് തൊഴിലെടുക്കുന്നവർ കൊടുക്കണം എന്നുള്ളത് കർശനമാക്കാൻ ഒക്കുമോ? അല്ല, അതിപ്പോ ഈ പറയപ്പെട്ട അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്. പക്ഷെ അത് എത്ര അല്ല, ഞാൻ ഹസൻ, ഇപ്പോ ഈ സർക്കാരിൻ്റെ സന്ദേശം നോക്കുക. 100 ദിവസത്തിനകത്ത് ചിലപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ പല കാര്യങ്ങളും ഈ 100 ദിവസത്തിൽ ഇനിയും സമയം വേണമായിരിക്കും. പക്ഷേ ഈ അടച്ചുപൂട്ടാനൊരുങ്ങുന്ന സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകളെ ഏറ്റെടുക്കുന്ന കാര്യം മുതൽ ഈ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ തർക്കം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബ്യൂറോക്രസിയോട് എടുക്കുന്ന കടുത്ത കൃത്യമായ നിലപാട്, അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ അവർ അധികാരത്തിലേക്ക്, അതായത് ഇടത് സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിരുന്ന വർഗീയതയ്ക്കെതിരെ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലേ കാണേണ്ടത്? പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. പെൻഷൻ കൊടുക്കുന്ന, ഇപ്പോൾ ആനത്തലവട്ടം പറഞ്ഞു, ഈ സർക്കാർ 100 ദിവസം കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യം പെൻഷനാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ വേണ്ടി സമ്മതിക്കാം. പക്ഷേ മുൻ സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക ഇട്ടിട്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ്. കാരണം മുൻ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പല കാരണങ്ങളിലൊന്ന് ഇതാണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പെൻഷൻ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, സഹകരണ സംഘം തീരുമാനിച്ചത് ബോധപൂർവമാണ്. എനിക്കും ശ്രീ ആനന്ദനും അറിയാം. പഞ്ചായത്തുകളുടെ മെമ്പർമാർ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ പഞ്ചായത്തിൽ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. ഇതിൽ ആർക്കെങ്കിലും മറ്റവൻ്റെ കയ്യിൽ വന്നാലോ സഹകരണ സംഘം CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെ ഏൽപ്പിക്കും. പക്ഷേ അത് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്യാതിരുന്നതല്ലേ ഇപ്പോൾ? അതുകൊണ്ടല്ല, അത് പോസ്റ്റ്മാൻമാർ ചെയ്തത് നമുക്കറിയാമല്ലോ. രാഷ്ട്രീയമായിട്ട് വലിയ ദുരുദ്ദേശത്തോടെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ബാങ്ക് പോട്ടെ, ഇപ്പം എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതൊക്കെ വേറെ കാര്യം.
ഇത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിക്കുക. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയാണ്. പണ്ട് ജനകീയാസൂത്രണം എന്ന പദ്ധതിയെ എങ്ങനെയാണ് തകർത്തത്? പാർട്ടി പദ്ധതിയാക്കി മാറ്റി. അതുപോലെ പെൻഷൻ കൊടുക്കുന്നതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഉദ്ദേശം അതാണ്, അതല്ലെന്ന് പറയരുത്. പക്ഷേ അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ 100 ദിവസത്തിനുള്ളിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ശൈലജ ടീച്ചർ അവിടെ സ്വാശ്രയ കോളേജിൽ എത്രമാത്രം പിടിപ്പ് കേട് ഗവൺമെൻറ്റിൻ്റെയാണ് ഈ സ്വാശ്രയ പ്രശ്നം ഇങ്ങനെ ആയത്. മുൻ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞല്ലോ. ആരോട് ചോദിച്ചിട്ടാണ് ഡെൻ്റൽ കോളേജിലേക്ക് 4 ലക്ഷം രൂപ ഫീസ് പ്രഖ്യാപിച്ചത്? പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ശ്രീ അങ്ങ് മന്ത്രിയായിരുന്ന ആളാണ്. ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇടത് സർക്കാർ വരുമ്പോഴല്ലേ ഇടപെട്ടത്? ഈ ഫീസിന്റെ കാര്യത്തിലൊരു റെഗുലേറ്ററി കമ്മിറ്റി, ഈ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റി, ഇപ്പൊ നീറ്റിന്റെ ആ ലിസ്റ്റിൽ നിന്ന് മെറിറ്റിലെടുക്കാനായി ഒരു ചർച്ച തന്നെ വന്നതും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എന്താ ഇങ്ങനെ വരാൻ കാരണം? കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻ ഇറക്കി, ഉടനെ ഇവിടെ ഉത്തരവിട്ടു 100% നടക്കുമോ? ഇപ്പം ടീച്ചർ പറഞ്ഞല്ലോ 50-50 എന്ന് പറയുന്നത് ഇത് ഉണ്ടായ കാലത്തുണ്ടാക്കിയതാണ്. അതൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ അല്ല. അതാണ് കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. MA ബേബി ഉണ്ടാക്കിയ സ്വാശ്രയ ബില്ല് കോടതിയുടെ വരാതെ പോയപ്പോൾ തള്ളിക്കളഞ്ഞു. അത് ഞാൻ പറയുന്നത് അതല്ല, എൻ്റെ പോയിന്റ് അതല്ല. ഈ സ്വാശ്രയ പ്രശ്നം വളരെ സങ്കീർണമാണെന്ന് മന്ത്രിക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രിക്കറിയാം, ആരോഗ്യമന്ത്രിക്കറിയാം, മുഖ്യമന്ത്രിക്കറിയാം. ആരോടും പറയാതെ ആലോചിക്കാതെ മാനേജ്മെൻറ്റ് 4 ലക്ഷം രൂപ ആർക്ക് വേണ്ടിയാണ് ഡെൻ്റൽ കോളേജിലേക്ക് ഫീസ്? ഇപ്പോൾ വലിയ കാര്യമായിട്ട് ടീച്ചർ പറയുന്നു SC STക്ക് ഫീസ് കൂട്ടൂല. അത് കഴിഞ്ഞിട്ട് 100% കൊടുത്തപ്പോൾ എന്താ അവർ കോടതിയിൽ പോയി തട്ടി. ഇപ്പൊ ഇതാ ഞാൻ സമ്മതിക്കുന്നു ശ്രീ MM ഹസൻ, അങ്ങ് പറയുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തി ഈ കൊണ്ടുവരാൻ ഈ കാര്യങ്ങൾ സാധിച്ച ഒരു സർക്കാർ അതൊരിക്കലും അല്ല. സർക്കാരാണ്. ഒരു കാലത്ത് ഒരു സർക്കാരിനും പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്തവണ്ണം സങ്കീർണമായ ഒരു പ്രശ്നം. പക്ഷെ ഇത് അതിസങ്കീർണമാക്കി ഈ ഗവൺമെന്റ്. ശ്രീ ആനന്ദലവട്ടം, ഈ സ്വാശ്രയം വളരെ പ്രശ്നമായി പറയും. ഈ ഗവൺമെന്റിനെ പിടിച്ചു കെട്ടേണ്ട വല്ല കാര്യമുണ്ട്? നീറ്റിലുള്ള മെറിറ്റ് അത് ഈ വർഷം കൂടെ ഉള്ള ഇവിടെ ഇത് കാണിക്കാമെന്ന്, നെക്സ്റ്റ് ഇയറിൽ മുഴുവൻ കംപ്ലീറ്റ് അതിൽ നിന്ന് എടുക്കാനൊക്കെ നീറ്റിലുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലുള്ളവരെ എടുക്കാവൂ എന്ന് കേന്ദ്ര ഗവൺമെന്റും സുപ്രീം കോടതിയുടെയും വിധിയല്ലേ? ഗൈഡ് ലൈൻ ഇവിടെ അല്ല, അങ്ങനെ ഒരു അവസരം ഉള്ളപ്പോൾ ആ ഗൈഡ് ലൈൻ വന്നാൽ ഞങ്ങൾ എന്ത് വേണം? അങ്ങനെ മെറിറ്റ് നോക്കണ്ട, മാനേജ്മെന്റ് ഇഷ്ടമുള്ളവർക്ക് എടുക്കണം. അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്തല്ലേ ഈ ധാരണയിലെത്തിയത്. ആ ചർച്ച എന്തുകൊണ്ട് നടത്തിക്കൂടാ? ആ ചർച്ച ആദ്യം തൊട്ട് തുടങ്ങിയല്ലോ. ഇല്ലല്ലോ, ആര് പറഞ്ഞു നടത്തില്ല? ഇവിടെ ഇപ്പോ 100% കൊടുത്തു മാനേജ്മെന്റുകൾ. ആ ഒറ്റ കാരണം കൊണ്ട് കോടതിയിലേക്ക് പോയി. ഹസന്റെ വിഷമം എന്താണെന്നറിയാം? വിഷമം മന്ത്രി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നേരത്തെ ഇവിടെ പറയുകയാണ് പാഠപുസ്തകം ഓണമായിട്ടും കിട്ടിയോ? ഞാൻ ആരാന്റെ ഉത്തരവാദി? മെയ് 26-നാണ് ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ. ജൂൺ 2-ന് പള്ളിക്കൂടം തുറക്കും. പള്ളിക്കൂടം തുറക്കുമ്പോൾ പാഠപുസ്തകം കൊടുക്കണമെന്ന് അറിയില്ല ഈ പഠിച്ചവർക്ക്. എന്തുകൊണ്ട് അടിച്ചില്ല? ഈ 2 മാസം കൊണ്ട് ഇവരടിക്കാതെ പോയതിന് ഈ ഗവൺമെന്റ് ആ കാര്യത്തിലും സാങ്കേതികമായ കാര്യം പറയുകയാണ്. അടുത്ത വർഷത്തെ പാഠപുസ്തകം അടിക്കണമെങ്കിൽ സെപ്റ്റംബർ മുതൽ പണി തുടങ്ങണം. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പണി തുടങ്ങിയതാണ്. ഈ സമയത്തിനുള്ളിൽ നേരത്തെ ഗവൺമെന്റിന് പാളിച്ച പറ്റി, സമ്മതിച്ചു. ആ ഗവൺമെന്റ് കുറ്റം പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കി എവിടെയെങ്കിലും അതിന് കഴിവില്ലാത്തവരെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 മാസത്തിനിടയിൽ പാഠപുസ്തകം അടിച്ച് എല്ലാവർക്കും കൊടുത്ത് അസന് കിട്ടി. ഇപ്പൊ പള്ളിക്കൂടത്തിൽ പോണില്ല. പള്ളിക്കൂടത്തിൽ പോണ കുട്ടികൾക്കെല്ലാം കിട്ടി. പള്ളിക്കൂടത്തിൽ പോകാത്ത പലരും ഇപ്പൊ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോവുക, മന്ത്രിമാരടക്കം. പള്ളിക്കൂടത്തിൽ ഞാൻ പോകാത്ത കാര്യം പറയണ്ട. പള്ളിക്കൂടത്തിൽ പോകാതെ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളൊക്കെ ഇപ്പോ അധ്യാപക ദിനത്തിൽ പഠിപ്പിക്കാൻ കയറുന്നത്. ഈ വിദ്യാഭ്യാസ പാർട്ടി ഭരിക്കുമ്പോൾ SFIക്കാരൻ സമരം പ്രഖ്യാപിച്ച് ഗവൺമെന്റിന്റെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നത് എന്തുകൊണ്ടാ?
ഈ ഗവൺമെന്റിന്റെ ഈ കാര്യത്തിലുള്ള പിടിപ്പുകേട് കൊടുക്കാതിരുന്ന പാഠപുസ്തകം 3 മാസത്തിനിടെ അടിച്ച് എല്ലാവർക്കും കൊടുത്തില്ലല്ലോ. എവിടെ കൊടുത്തു? ആർക്കാ കിട്ടാത്തതെന്ന് പറഞ്ഞാണ്. ദിവസവും പോണവർക്കെല്ലാം കിട്ടി. ശ്രീ എം എം ഹസൻ, ശരി, നിങ്ങൾ പറയുന്നത് സമ്മതിക്കാതെ, പക്ഷേ ഇപ്പൊ ശ്രീ ആനത്തലവട്ടം പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അവർ സമയബന്ധിതമായി കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായത് അത് തിരുത്താനല്ലേ ഈ സർക്കാർ. ഞാൻ ചോദിക്കുകയാണ് ശ്രീ എം ഹസൻ, ഈ ക്ഷേമ പെൻഷനിൽ അഴിമതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാഠപുസ്തകം കിട്ടാത്തവർ ഉണ്ടെങ്കിൽ, ഇതൊക്കെ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി പോയി ഇതൊക്കെ പിടിച്ചുകൊണ്ടു ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാമല്ലോ. നിങ്ങളത് ചെയ്യുന്നില്ല, അതാണ് അടുത്ത പരാതി. കഴിഞ്ഞ 100 ദിവസമാണെങ്കിൽ പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, പരാതി. മാധ്യമങ്ങൾ കാണുന്നില്ലേ? ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു ഈ ഫീസ് വർധനം അംഗീകരിക്കില്ല. അതിനുശേഷമാണ് SFI സമരം പ്രഖ്യാപിച്ചത്. പിന്നെ ഞങ്ങൾ സമരം ചെയ്തല്ലോ. എല്ലാ കളക്ടറേറ്റുകളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ ഉയർത്തി നിങ്ങളുടെ സമരം പലതവണ മാറ്റിവെച്ചത് ശ്രീ മാണി നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് മാറി പോകുന്നതും വരുന്നതും ഒന്നും അല്ലല്ലോ പ്രശ്നം. UDFന്റെ പ്രക്ഷോഭം നടന്നു, ചെറുപ്പക്കാരുടെ പ്രക്ഷോഭം നടന്നു. ഇത് ഞങ്ങൾ പിന്നെ നിങ്ങളെപ്പോലെ ഇടതു മുന്നണി ഭരിക്കുമ്പോൾ അല്ല, സെക്രട്ടേറിയറ്റിന് പകരം ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് മന്ത്രിമാരുടെ കോലം കത്തിച്ച് ബസ്സും കത്തിച്ച് അടിച്ചു തകർത്ത് 5-6 ഹർത്താലും നടത്തിയാലേ സമരമാവുമെങ്കിൽ അങ്ങനെ സമരത്തിന് ഞങ്ങൾ ശരി വേണ്ട രീതിയിൽ അത് പറഞ്ഞാൽ മതി. ശ്രീ എം എം ഹസൻ, അങ്ങനെ ഒരു സമരത്തിന് ഞാൻ പ്രതിപക്ഷം. ശ്രീ MS കുമാർ, നിങ്ങൾ ഈ സർക്കാരിൻ്റെ 100 ദിനത്തിലെ പ്രവൃത്തികളിൽ എന്താണ് മോശം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ തെളിവുകൾ സഹിതം മുന്നോട്ട് വെക്കാൻ ഇപ്പോൾ വിലക്കയറ്റം എവിടെ, ഏത് കാര്യത്തിൽ, അതുപോലെ പാഠപുസ്തകം കിട്ടാതെ വന്നത് ഈ വിഭാഗങ്ങൾ ഇതാ ഇവിടെ നിൽക്കുന്നു, അതല്ലെങ്കിൽ ക്ഷേമ പെൻഷനിൽ അഴിമതി ഇതാ ഇവരൊക്കെ കൊണ്ടുപോയി മുക്കി, ഇത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പകരം നിങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ 100 ദിവസങ്ങളായിട്ട് ചെയ്തത്? ഇവിടെ ഓണാഘോഷത്തിനെതിരായി ഈ മുഖ്യമന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്ത്? ശബരിമലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇടപെടാൻ പോകുന്നത്? ഇതിനൊരു വിഭാഗീയമായി കാര്യങ്ങളെ ചർച്ച ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇന്ന് ഈ റേഡിയോ സംഭാഷണത്തിലൂടെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ആളുകളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു, അതിനെതിരെ ജാഗ്രത വേണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന്. നിങ്ങളെ ഓർത്താണ് പറഞ്ഞത്. മനസ്സിലായി. പക്ഷേ ഞങ്ങളാരും സ്വയം സൃഷ്ടിച്ചതല്ലല്ലോ. ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനെയാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ഒരു അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞാൽ എന്താ, കാശ് വാങ്ങിച്ചുകൊണ്ട് ശബരിമലയിൽ ആളെ കയറ്റി വിടണം. വലിയ സോഷ്യലിസമാണ്. കാശുള്ളവനെ മുന്നേ നിർത്തി തൊഴിയിക്കണമെന്ന് പറയുന്ന ആരാ? പിണറായി വിജയനാണ്. ശബരിമലയുടെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാം? ശബരിമല ഒരു അങ്ങനെയല്ല പറഞ്ഞത്, കാശ് വാങ്ങിച്ച ആളുകളെ മുമ്പിൽ നിർത്തണമെന്നല്ല പറഞ്ഞത്. ഇപ്പൊ കാശുള്ള ആളുകൾ പലരെയും അവരുടെ തിണ്ണമെടുക്കുകൊണ്ട് സ്വാധീനം ഉപയോഗിച്ച് മുമ്പിൽ പോയി കാണുന്നു, അത് ഒഴിവാക്കണം, അവരിൽ പൈസ വാങ്ങൂ എന്നാണ് പറഞ്ഞത്. സാധാരണ അയ്യപ്പന്മാർ സമ്മതിക്കും ശ്രീ MS കുമാർ? ഇല്ല. സാധാരണ അയ്യപ്പൻ ഇവരിൽ നിന്ന് ഇവരിങ്ങനെ സാധാരണ അയ്യപ്പന്മാർ നിങ്ങളൊരു സർക്കാർ ഓഫീസിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഒന്നും അമ്പലത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അതിലെ വിശ്വാസികളുണ്ട്, ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഇതിൽ ഏതാണ് ആചാരങ്ങളുടെ പ്രശ്നം? മുഖ്യമന്ത്രി ഏത് ആചാരത്തെ അട്ടിമറിക്കണമെന്നാണ് പറഞ്ഞത്? ഏത് ആചാരത്തെ? എല്ലാ ആചാരത്തെ അട്ടിമറിക്കണമെന്നല്ലേ പറഞ്ഞത്? അവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളടക്കമുള്ളവർക്ക് ആ കാര്യത്തിൽ RSS ആണ് പറഞ്ഞത്, അത് അതിനെ ഒഴിവാക്കി സ്ത്രീകളെ കയറ്റണമെന്ന് RSS ആണ് പറഞ്ഞത്. ആദ്യം പിണറായി വിജയൻ പറഞ്ഞില്ല. പിണറായി വിജയൻ പറഞ്ഞു, RSS ആണ് ആദ്യം പറഞ്ഞത്. RSS പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞാണോ? എന്തായാലും RSS പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി, എന്ത് വിവാദമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്? അവരുണ്ടാക്കുന്ന വിവാദങ്ങളല്ലേ? നിങ്ങൾ ഈ 100 ദിവസത്തിനിടയ്ക്ക് ഈ സർക്കാരിനെ ജനങ്ങൾക്ക് ക്രമസമാധാനം പാലനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രീ എം ഹസൻ ആ കാര്യത്തിൽ വേണമെങ്കിൽ നിഷ്പക്ഷത പാലിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി. പക്ഷെ നിങ്ങൾ ഈ കാര്യത്തിൽ ഈ ക്രമസമാധാനം കൃത്യമായി കൊണ്ടുപോകാൻ ഈ സർക്കാരിനെ എങ്ങനെ സഹായിച്ചു? എവിടെ സഹായിച്ചു? ഞങ്ങളെ ഓടിച്ചിട്ട് തല്ലുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ ശ്രീ എം ഹസൻ നിഷ്പക്ഷനായിരിക്കും പോലെ എനിക്ക് നിഷ്പക്ഷനായിരിക്കാൻ പറ്റില്ല. അതെങ്ങനെ നിഷ്പക്ഷനായിരിക്കാൻ പറ്റും? ഞങ്ങളുടെ എത്ര പ്രവർത്തകരാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനകത്ത് കൊല്ലപ്പെട്ടത്? എത്ര പ്രവർത്തകരാ? നിങ്ങൾ വന്ന എത്ര? നിങ്ങൾ വയലിൽ പണിയെടുത്ത് അപ്പൊ വരുമ്പോ കൂലി കൊടുത്തോണ്ടിരിക്കല്ലേ? അത് ശരിയല്ലേ? ആ കാര്യത്തിൽ കൃത്യമായി അടുത്ത ദിവസം ശ്രീ MT രമേശും K സുരേന്ദ്രനും ഒക്കെ മറുപടി വയലിൽ വരമ്പത്ത് ഞാൻ ക്രമസമാധാനം പാലിക്കുന്നവരെ ഞങ്ങൾ തകർത്താലും എവര് തകർത്താലും അത് പാലിക്കാനല്ലേ സർക്കാർ അധികാരത്തിൽ അതിനല്ലേ ആഭ്യന്തര വകുപ്പും അതിനോട് മന്ത്രിയുള്ളത്. നിങ്ങൾ ചെയ്യണം. ഇവിടെ ക്രമസമാധാനം പിന്നെ സംഘടന നടക്കുന്ന എങ്ങനെ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന അതാണ് ക്രമസമാധാന തകർച്ച എന്ന് പറയരുത്. സഖാവേ, ചവറയിൽ ഒരു പോലീസുകാരനെ നിലത്തിട്ട് ചവിട്ടി. ഇല്ല ശ്രീ MS കുമാർ, നമ്മൾ പറഞ്ഞത് വീണ്ടും ഇടവേളയിലൂടെ പോകുന്നതിന് മുമ്പ് ശ്രീ MS കുമാറിനോട് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ 100 ദിവസത്തിനിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഇടപെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശബരിമല, ഓണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ചോ പാഠപുസ്തകത്തെ കുറിച്ചോ നിങ്ങൾ ആരും ഒന്നും സമരം ചെയ്തില്ല. അല്ലല്ല, സമരം ചെയ്യുന്നതും
ശ്രീ MM പറഞ്ഞതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് പറഞ്ഞ ന്യായം വിലക്കയറ്റം തടയും. ഇന്നലെ അർദ്ധരാത്രി എന്ത് ചതുമാണ് ചെയ്തിരിക്കുന്നത്. കുമാറിന് യോജിക്കാൻ കഴിയും. എവിടെ കുറഞ്ഞ് കഴിഞ്ഞ മാസം എനിക്കതിന് സ്വാഗതമുണ്ട്, സന്തോഷമുണ്ട്. നരേന്ദ്രമോദി കൂടി നാളത്തെ പണിമുടക്ക് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ പണിമുടക്കാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. ഒറ്റ ഓട്ടോറിക്ഷ കഴിഞ്ഞ മാസം 3 രൂപ കുറഞ്ഞപ്പോ ഡീസലിനും കഴിഞ്ഞ മാസം കുറഞ്ഞ മരത്തിക്കാരൻ കണക്കാണ്. 2 അടി താഴും, എന്നിട്ട് 3 അടി ഉയരും. ഇങ്ങനെ 50 പൈസ കുറയ്ക്കും, 1 രൂപ കൂട്ടും, വീണ്ടും 1 രൂപ കുറയ്ക്കും, മരത്തിൽ കയറുന്ന പോലെയാണ് വില താഴ്ത്തുകയും കയറ്റുകയും ചെയ്യുന്നത്. നമ്മൾ നന്ദി പറയുന്നില്ലല്ലോ. എവിടെ എന്തിനു നന്ദി പറയാം? കഴിഞ്ഞ മാസം 3 രൂപ കുറഞ്ഞില്ലേ ഡീസലിന്? പെട്രോളിന് 2 രൂപ കുറഞ്ഞു. 3 മാസത്തെ അധികാരത്തിൽ വന്ന് 3 മാസത്തിനിടയിൽ 40 രൂപയ്ക്ക് പെട്രോൾ ഞാൻ വിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ ആളല്ലേ നരേന്ദ്രമോദി? കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ലോ പെട്രോളിന്റെ വില നിശ്ചയിക്കുന്നത്. പിന്നെ അല്ലാതെ ശ്രീ MS കുമാർ, ആ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. കഴിഞ്ഞ UPA സർക്കാർ, ഈ കേന്ദ്ര സർക്കാർ ഈ വില നിയന്ത്രണം നടത്തിക്കൊണ്ടിരുന്നതിൽ നിന്ന് പിൻവാങ്ങി ഈ പെട്രോൾ കമ്പനികൾക്ക് കൊടുത്തത് നിങ്ങൾ വന്നിട്ടും തിരുത്താതെ ഇപ്പോഴത് തുടരുന്നു. അടിക്കടി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും പുറകോട്ട് വലിക്കുകയും ചെയ്യുന്നത് വിലക്കയറ്റത്തിലും അത് പ്രതിഫലിക്കും. നിങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്തം. അത് കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നെങ്കിൽ ശരി, ഇത് കൂടുന്നു കുറയുന്നു, അത് മാർക്കറ്റിൽ പ്രതിഫലിക്കും. MS കുമാർ, പെട്ടെന്ന് ഡോക്ടർ മേരി ജോർജ്, ആ പെട്രോൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗവൺമെന്റ് അല്ല, 2002 NDA ഗവൺമെന്റ് തന്നെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില മാർക്കറ്റിന് വിട്ടത്. അതിനുശേഷം വന്ന പിന്നെ UPA ഗവൺമെന്റ് അത് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് UPA ഗവൺമെന്റ് ആണ് വിട്ടതെന്ന് പറയരുത്. 2010 ചരിത്രത്തിലേക്ക് ഞാൻ പോയില്ല, ഏറ്റവും ആദ്യത്തെ NDA ഗവൺമെന്റ് 2010 പക്ഷേ ഇത് പൂർണ്ണമായിട്ട് വിപണി, അതായത് ഡീസൽ കൂടി വിപണിക്ക് വിട്ടത് UPA ഗവൺമെന്റ്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ MS കുമാർ, എനിക്ക് പെട്ടെന്ന് 1 മിനിറ്റിൽ താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി. നിലവിളക്ക് കൊളുത്താൻ പാടില്ല, ഈശ്വര പ്രാർത്ഥന. ഏത് ഉത്തരവാണോ നിങ്ങളെല്ലാം പറയുന്നത്? മന്ത്രിമാർ പറയുന്ന വിലയില്ലേ? ചർച്ചയ്ക്കാണ് അതെ, ചർച്ചയാണല്ലോ അത്. ഒരു സർക്കാരിനെ നമ്മൾ എങ്ങനെ കാണേണ്ടത്? സർക്കാരിനെ കാണേണ്ടത് സർക്കാരിന്റെ പ്രതിനിധികളായ മന്ത്രിമാരിൽ കൂടിയാണ്, മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ കൂടിയാണ്. എന്തായാലും ഈ സാത്തി മഹാപ്രാച്ചിയും മറ്റുള്ള VK സിംഗും ഒക്കെ പറഞ്ഞിടത്തോളം വളരെ പ്രാകൃതമായി ഈ മന്ത്രിമാരും ചടങ്ങുകളിൽ വേണ്ട എന്ന് G. സുധാകരൻ ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി ശബരിമല, ഇതിലൊക്കെ എന്താണ് ഈ സർക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് വിരുദ്ധമായ ഒരു ഉത്തരവായി മാറിയത്? ഞങ്ങൾക്ക് വിരുദ്ധമല്ല, സംഘടനാപരമായി ഞങ്ങൾക്ക് എന്ത് വിരുദ്ധം? ഞങ്ങൾ പൊതുവായി ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏകപക്ഷീയമായി ഒരു വിഭാഗത്തെ മാത്രം അധിക്ഷേപിക്കുന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ പരസ്യമായിട്ട്. ശബരിമല എന്നല്ല, എല്ലാ ആരാധനാലയങ്ങളുടെ, അതായത് ക്രിസ്ത്യൻ ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, എല്ലാ ആരാധനാലയങ്ങളും ഇങ്ങനെ ട്രഡീഷണൽ സെൻറ്റേഴ്സ് ആയിട്ട് ഒരുപാട് ആരാധകർ ചെല്ലുന്ന എല്ലായിടത്തു നിന്നും ക്യാമറ വെച്ച് ഓരോരുത്തരിൽ നിന്നും ഒരു ചെറിയ ഫീസ് 2 രൂപയോ 10 രൂപയോ ഈടാക്കുന്ന പണം കൊണ്ട് തന്നെ അവിടുത്തെ റെനോവേഷൻ വർക്കും എല്ലാം ചെയ്യുക. ഒരു പാവപ്പെട്ട സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ഇങ്ങനെ ഇതൊന്നും വേണ്ട. ഒറ്റ സജഷനേ ഉള്ളൂ, ഈ ദൈവവിശ്വാസികളെ അമ്പലം കേൾപ്പിക്കുക. എന്തിനാ ഗവൺമെന്റ് പിടിച്ചത്? MS കുമാർ, ദൈവവിശ്വാസികളെ ദൈവം ഇരിക്കുന്നിടത്ത് അവരെ പൂജിക്കുന്നിടത്തേക്ക് വിട്ടിരിക്കുകയാണ് ഈ സർക്കാർ. അവിടെ ആരും ഇടപെടുന്നില്ല. പക്ഷേ പൊതുവായ ഇടങ്ങളിൽ ഈ ആരാധനാലയങ്ങളെ പോലെ കാണേണ്ടതുണ്ടോ? അതായിരുന്നു ശ്രീ സുധാകരൻ പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ BJPക്ക് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ചർച്ച. ശ്രീ MM ഹസൻ, എന്തായാലും BJP അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഈ നിലവിളക്ക്, അതുപോലെ RSSനെ അമ്പലത്തിന്റെ കളത്തിനകത്ത് കയറ്റുന്ന കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ വന്നാൽ ഇതിലൊക്കെയാണ് അവർ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. അവർ അത് മാത്രമേ പറയുന്നുള്ളൂ. വിലക്കയറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഇടപെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ല, ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ 100 ദിവസം നിങ്ങൾ നടത്തിയ ചടങ്ങിനുള്ള സമരങ്ങളല്ലാതെ. ഞങ്ങളെ സമരം ചെയ്യാനാണ് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ താങ്കൾ പറയുന്നതനുസരിച്ച് കാരണങ്ങളില്ലല്ലോ. കാരണമുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യത്തെ ബജറ്റ് എന്തുമാത്രം സാധാരണക്കാർക്ക് ദ്രോഹം ഉണ്ടാക്കിയ ബജറ്റാണ്. 800 കോടി രൂപയുടെ പുതിയ നികുതി ഏർപ്പെടുത്തി. ഏത് നികുതിയും ഈ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഭാഗപത്രത്തിന് ഒരു സാമ്പത്തിക കൈമാറ്റം നടക്കാത്ത കാര്യമാണ്. ഇഷ്ടദാനവും ഒഴിമുറിയും ഇതൊക്കെ കൊടുക്കുന്നതിന് എന്തുമാത്രം 5 ഇരട്ടി വർദ്ധിപ്പിച്ചു. പെട്രോൾ ഇപ്പോൾ മോഡി സർക്കാരിൻ്റെ ഓണസമ്മാനമാണ് ഇന്നലെ ആനത്തലവട്ടം ആനന്ദം പറഞ്ഞ ഈ പെട്രോൾ ഡീസൽ വില വർധനവ്. ഓണത്തിന് പൊള്ളുന്ന തീവിലയാണ്.
ഈ സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ സർക്കാർ എന്ത് ചെയ്തു? ഇപ്പോഴും പറയുന്നു കൊടുക്കും പൊതുവിപണിയിൽ. അതിരൂക്ഷമായ വിലക്കയറ്റം അനുഭവിക്കുമ്പോൾ 800 കോടി രൂപയുടെ നികുതി കൂടി അടിച്ചേൽപ്പിച്ച് ജനങ്ങളുടെ മേൽ ഭാരം കൊണ്ടുവന്ന് ജനങ്ങൾ ഇന്ന് ഈ പൊള്ളുന്ന ഓളമാണ്. ഒരു സംശയവും വേണ്ട. അതൊന്നും നിയന്ത്രിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയില്ല. പ്രഖ്യാപനങ്ങളെ ഇത് ഭയങ്കര പ്രഖ്യാപനങ്ങളാണ്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാ? ഒന്നുകിൽ ജനശ്രദ്ധ അകറ്റാൻ, അല്ലെങ്കിൽ BJPയുമായി ഏറ്റുമുട്ടാൻ. ഇതെല്ലാം അപ്രസക്തമായ കാര്യങ്ങളാണ്. ഇഷ്ടമുള്ളവ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തന്ത്രപരമായി ഈ കാര്യങ്ങൾ ജനങ്ങളുണ്ടെങ്കിൽ 3 മാസം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ നിയമസഭയിൽ നടന്ന ചർച്ചകൾ നോക്കൂ, പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നോക്കൂ, ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ ഉയർത്തിയ പ്രശ്നം. പിന്നെ ഒരു കാര്യം, 100 ദിവസത്തിനകം നിങ്ങൾ പറഞ്ഞു ഭരണം വിലയിരുത്താൻ സമയമായില്ല. ഞങ്ങൾ 6 മാസത്തേക്ക് കയ്യും കെട്ടി ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നോക്കിയിരിക്കണം. പക്ഷേ എന്ത് ചെയ്യാം? മുല്ലപ്പെരിയാറിൽ തുടങ്ങി വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ബജറ്റ് ആളുകളെ കൊല്ലുന്നു. ഞങ്ങൾ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? ഇപ്പം ശ്രീ MM ഹസൻ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 100 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൊണ്ടോ ഒക്കെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ കാര്യത്തിനകത്ത് വിലക്കയറ്റത്തിൽ ഇടപെടാൻ, മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ തന്നെ വിവാദം ഉണ്ടാക്കുന്നു, അവരെ അട്ടിമറിച്ചുകൊണ്ട്. പ്രതിപക്ഷവും നിങ്ങൾ തന്നെ, ഭരണപക്ഷവും നിങ്ങൾ തന്നെ. ഇതാണ് ശ്രീ ഭരണവും സമരവും ഇപ്പോൾ ഒരുമിച്ചല്ലേ? ഭരണവും സമരവും അവർ തന്നെ നടത്തുന്നത്. ഹസൻ ഇങ്ങനെ പറയാനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഞാൻ ചോദിട്ടെ, വിലക്കയറ്റം ആരുടെ കാലത്താണ് വിലക്കയറ്റം ഉണ്ടായത്? നല്ല ഒന്നാം തരം പൊതുവിതരണ സംവിധാനം ഏർപ്പെടുത്തി നിയന്ത്രിത വിലയ്ക്ക് സാധനം കൊടുത്തല്ലോ കഴിഞ്ഞ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് അതിനേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്താൻ പോവുകയാണ്. ഇപ്പോൾ ഓണക്കാലത്ത് ഭയങ്കര ഇത് നടത്തുമെന്ന് പറഞ്ഞല്ലോ. ഓണക്കാലത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഇപ്പോൾ തന്നെ കണിയാപുരത്ത് പോയാൽ ഹസന് നമ്മൾ പോണ വഴിയിൽ കാണാൻ 50 രൂപ കൊടുത്താൽ 3 കിലോ തക്കോളി അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. ഓരോ സാധനവും, ഉള്ളിയുടെ വില, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് വില ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ. ഇത് ഫലപ്രദമായി പൊതുവിതരണം ശക്തിപ്പെടുത്താൻ ഇപ്പോൾ 150 കോടി രൂപയാണ് ഓണക്കാലത്ത് സബ്സിഡൈസ് ചെയ്ത് സാധനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാവേലി സ്റ്റോറിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് 5 വർഷക്കാലം ഈ ഗവൺമെൻറ് ഉള്ള കാലത്ത് സിംഗിൾ പൈ വില വർദ്ധിപ്പിക്കില്ല. നിശ്ചിത സാധനങ്ങൾക്കെല്ലാം ഒരു വില കൊടുക്കും. ജനങ്ങളെ വിലവർദ്ധനവിൽ നിന്ന്, വിലക്കയറ്റത്തിൽ നിന്ന് ആശ്വാസം കൊടുക്കാനുള്ള നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ സഹകരണ സംഘങ്ങളിലും നേരത്തെ എടുത്ത് സ്വീകരിച്ചിട്ടുള്ള പോലെ തന്നെ മാവേലി സ്റ്റോറിലും സപ്ലൈകോയിലും എല്ലാം പൊതുവിതരണം ശക്തിപ്പെടുത്താനും വിലവർദ്ധനവും തടയാനുള്ള നടപടിയെടുക്കുന്നു. അതിനെല്ലാം പുറമെ വിഷരഹിത പച്ചക്കറി മിക്കവാറും പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാനും എല്ലാ പഞ്ചായത്തുകൾക്ക് ഉൽപ്പാദിപ്പിക്കാനും തമിഴ്നാടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയുടെ വരവ് കുറയ്ക്കാനും നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ അവസാന ഘട്ടത്തിലേക്ക് എത്താം. ഈ ഘട്ടത്തിലെ ചർച്ചയിൽ 2 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഓരോ മിനിറ്റ് വീതം ശ്രീ MS കുമാറിനും ശ്രീ ഡോക്ടർ മേരി ജോർജിനും. ശ്രീ ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഫേസ്ബുക്ക് അതല്ലെങ്കിൽ മറ്റ് നവമാധ്യമങ്ങൾ ഇതിലൊക്കെ വരുന്നത് ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ ഏത് ചർച്ചയിലും നോക്കിക്കൊള്ളുക. ഈ സർക്കാരിൻ്റെ തുടക്കം കൊള്ളാം, ഇതൊരു നല്ല ഇടപെടൽ നടക്കുന്നുണ്ട്, കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഇച്ഛാശക്തി കാണിക്കാൻ സാധ്യതയുണ്ട്, ഒരു പ്രതീക്ഷയാണ് മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സന്ദേശങ്ങളിലൊക്കെ വരുന്നത്. അത് എന്തിൻ്റെ സൂചനയാണ്? അത് നല്ല സൂചന തന്നെയാണ്. പക്ഷേ ആ സൂചനയുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. വിലസ്ഥിരതയുടെ കാര്യം, അധികാരം പിടിച്ചെടുക്കുക എന്ന ഒറ്റ വ്യാമോഹം കൊണ്ടാണ് അന്ന് ഞങ്ങൾ വില പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ശ്രീ ആനത്തലവട്ടം പറഞ്ഞല്ലോ, ഞങ്ങൾ തീർച്ചയായിട്ടും 5 വർഷം, എങ്ങനെ നിങ്ങളെ കൊണ്ട് 5 വർഷം വില പിടിച്ചു നിർത്താൻ പറ്റും? അതായത് നമുക്ക് ആവശ്യമുള്ള സമസ്ത വസ്തുക്കളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന വസ്തുക്കളുടെയൊക്കെ വില തീരുമാനിക്കുന്നത് അതാത് ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. അങ്ങനെ ഇരിക്കെ വില പിടിച്ചു നിർത്തുമെന്ന് ഗവൺമെൻറ് പറയാൻ കഴിയണമെങ്കിൽ ആ കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് നിൽക്കുന്ന വിലയ്ക്ക് തന്നെ കൊടുക്കാൻ. ഞാൻ ഡോക്ടർ മേരി ജോർജ് എന്ന സാമ്പത്തിക വിദഗ്ധയോട് ഒരു 10 സെക്കൻഡിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യയോ സാമ്പത്തിക വിദ്യയോ ഉണ്ടോ ആഗോളതലത്തിൽ തന്നെ ഈ ലിബറൽ ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പിടികൂടിയിരിക്കുന്ന നമ്മുടെ മാർക്കറ്റ് സംവിധാനത്തെ ഈ രീതിയിൽ പെട്ടെന്ന് 100 ദിവസം കൊണ്ട് വില കുറച്ചെടുക്കാൻ? ഇല്ല, ഒരു സംവിധാനവും ഇല്ല. 100 ദിവസം കൊണ്ടല്ല, 5 വർഷം കൊണ്ടും പറ്റില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ അതിനൊരു മറുപടി 10 സെക്കൻഡ്. ഒരു ഗവൺമെന്റിന്റെ മിടുക്കെന്ന് പറയുന്നത് ആ വിലക്ക് മാർക്കറ്റ് വിലക്ക് വാങ്ങി സബ്സിഡൈസ് റേറ്റിൽ കൊടുത്തിട്ട് ആ സബ്സിഡി ഗവൺമെന്റ് നൽകും.
പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പക്ഷേ Right, ഇന്ന് right. വരെ അത് സബ്സിഡി നടന്നിട്ടില്ല. കൊടുക്കുന്നു, സബ്സിഡി കൊടുക്കുന്നു. ഇന്ന് വരെ അത് നിത്യോപയോഗ നടന്നിട്ടില്ല. സാധനങ്ങളുടെ ഇന്ന് വരെ അത് നടന്നിട്ടില്ല. ആനത്തിലോട്ട് ആനന്ദൻ പറഞ്ഞതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില എവിടെയും കുറഞ്ഞിട്ടില്ല. എവിടെയും പിന്നെ കുറഞ്ഞിട്ടില്ല. കണിയാപുരത്ത് പോയാൽ 2 കിലോ തക്കാളി കിട്ടുമായിരിക്കും അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക്. ഇപ്പൊ ഇവിടെ കണിയാപുരത്ത് പോകാൻ പറ്റുമോ എന്നും. അല്ലല്ല, അത് ആ മാർക്കറ്റ് ഇവിടെ ജൈവവള കൃഷി ഒരുപാട് പച്ചക്കറികൾ ആവശ്യമുള്ളത് കൃഷി ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നു. അടുത്ത കാലത്ത് ചാനലിൽ കണ്ടതാ. അത് വിലയ്ക്കൊന്നും ഒരിടത്തും കിട്ടൂല. ഏറ്റെടുക്കാൻ ഫോർട്ടിക്കോർപ്പ് തയ്യാറാകുന്നില്ല. ഏറ്റെടുക്കാൻ അവർ വെട്ടിക്കളഞ്ഞു. കണിയാപുരം ബസ് സ്റ്റേഷന്റെ തൊട്ടുമ്പോ എന്റെ കാർ അവിടെ യാത്ര ചെയ്യുമ്പോൾ അത് ആലത്തല വട്ടം ആലത്തലാണ് വിചാരിച്ചു അല്ല ഇത് സാന്ദർഭികമായി അത് കല്യാണം പറഞ്ഞേ ഉള്ളൂ. ഫോർട്ടിക്കോർപ്പ് ഏറ്റെടുക്കുന്നില്ല. പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും അതെല്ലാം വെട്ടി ചെയ്യണം. ഈ ഘട്ടത്തിലെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ എം എസ് കുമാർ, എന്തായാലും ഹോർട്ടികോർപ്പ് ഒക്കെ ഏത് നിലയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. മാറ്റമില്ല. അവിടെ അതിന് മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. നിങ്ങൾ അതിന് പകരം ഇപ്പോഴും ഇടപെടുന്നത് നിലവിളക്കിലും ശബരിമലയിലും ആണ് എന്നുള്ളതാണ് കഷ്ടം. നിങ്ങളുടെ സമരവും നിങ്ങളുടെ ആവശ്യങ്ങളും കുറച്ചുകൂടി പുരോഗമനപരമാകുക. ഈ ഘട്ടത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ എം എസ് കുമാർ, ശ്രീ എം എം ഹസൻ, ഡോക്ടർ വളരെ നന്ദി. അടുത്ത ഘട്ടത്തിൽ അരമണിക്കൂർ കൂടി ചർച്ച നീളും. എങ്ങനെയാണ് പൊതുസമൂഹം ഈ 100 ദിനങ്ങളെ കണ്ടത്?